വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 65 വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. കോൺടാക്ട് 04884232 കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജൂലൈ 11 മുതൽ ഒക്ടോബർ 10 വരെ 3 മാസങ്ങളിലായി നടത്തുന്ന വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി സമ്മാന കൂപ്പൺ വിതരണ ഉദ്ഘാടനവും VT ബൽറാം MLAക്ക് സ്വീകരണവും നൽകി. ചടങ്ങിൽ 2025-26 അധ്യയന വർഷത്തിലെ SSLC +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കലും അവർക്കുള്ള പഠനോപകരണ വിതരണവും ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടന്നു. പുതിയ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. വ്യാപാരികളോട് ഏറ്റവും സൗഹാർദ്ദപൂർണ്ണമായിട്ടുള്ള സമീപനം സ്വീകരിക്കണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാലങ്ങളായി കുടിശ്ശികയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നികുതി അടച്ച് വളരെ എളുപ്പത്തിൽ തീർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ആ നിലയിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു വേട്ടയാടൽ മനോഭാവത്തോടു കൂടി ഈ മേഖലയെ നോക്കി കാണാതെ നിങ്ങളോട് അനുഭാവപൂർണ്ണമായിട്ടുള്ള സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പൊതുവായിട്ടുള്ള സമീപനം. അതോടൊപ്പം ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക ഉത്തരവാദിത്തമാണ് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ രീതിയിൽ ശക്തിപ്പെട്ട് വന്നിരിക്കുന്ന ഈ മയക്കുമരുന്ന് മാഫിയയെ അമർച്ച ചെയ്യുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആ രീതിയിൽ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഒരു വലിയ നെറ്റ്വർക്ക് വ്യാപിച്ചിട്ടുണ്ട്, നമ്മുടെയൊക്കെ അനുഭവത്തിലുണ്ട്. അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളും നമുക്ക് ഓരോ ദിവസവും എന്ന നിലയിൽ ദൃശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പല വാർത്തകൾ നമ്മൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ കേൾക്കുന്നു. മക്കൾ മാതാപിതാക്കളെ അതിക്രൂരമായിട്ട് ആക്രമിക്കുന്നു, അതിക്രൂരമായ കൊലപാതകങ്ങൾ പോലും ഉണ്ടാകുന്നു. കാരണം ഇതൊക്കെ ഈ ലഹരി വിപത്ത് സമൂഹത്തിൽ പിടിമുറുക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ നാടിനെ മോചിപ്പിക്കുക എന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മളെല്ലാവരും ചേർന്ന് ഏറ്റെടുക്കേണ്ട ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. ആറങ്ങോട്ടുകര വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടി VT ബൽറാം MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള വ്യാപാരി സമൂഹം പങ്കാളികളാവുന്നു എന്നത് വളരെ സന്തോഷത്തോടെയാണ് നോക്കിക്കാണുന്നതെന്നും മയക്കുമരുന്നിന്റെ ലഹരിയിൽ നിന്നും വിദ്യാർത്ഥികളും യുവസമൂഹവും ഫുട്ബോളിന്റെയും സംഗീതത്തിന്റെയും വായനയുടെയും പൊതുപ്രവർത്തനത്തിൻ്റെയും മറ്റ് കലാകായികപരമായ നല്ല ലഹരികളിലേക്ക് മാറി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് VT ബൽറാം MLA പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വിപിലേഷ് പോസ്റ്റർ പ്രകാശനം ചെയ്തു. യൂണിറ്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് VP നൌഫൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ഒരു പൗരനായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശാരീരികവും മാനസികവുമായ ആരോഗ്യമാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. 2025-26 അധ്യയന വർഷത്തിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണം വിശിഷ്ട വ്യക്തിത്വങ്ങൾ നിർവഹിച്ചു. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം KP ജിഷ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷബീർ ചാലിശ്ശേരി, ആറങ്ങോട്ടുകര യൂണിറ്റ് ട്രഷറർ VV പ്രശോഭ് കുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കോർഡിനേറ്റർ അഷ്റഫ് ദേശമംഗലം, രക്ഷാധികാരി TE സക്കറിയ ഹാജി, വൈസ് പ്രസിഡന്റ് M മോഹനൻ, ജോയിന്റ് സെക്രട്ടറി PK രാമചന്ദ്രൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PM സക്കറിയ, EP സുരേഷ്, K വിജീഷ്, M മൊയ്തീൻ, EV സന്ദീപ്, P ഫിറോസ്, മുസ്തഫ, യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി AH ഷറഫുദ്ദീൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.